ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഒരു പ്രോഗ്രാമിന് പോവാണ്. റിസപ്ഷൻ പ്രോഗ്രാം, നമ്മുടെ സിബിൻ ആര്യ വെഡിങ് റിസപ്ഷൻ. റിസപ്ഷൻ ഫേസ് 3 ഫൈനൽ അല്ലേ? ഫൈനലാ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മള് ഫേസ് 3 അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് ഇന്ന് പോവാണ്. കൊച്ചിയിലാണ് പ്രോഗ്രാം. അന്ന് നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു പ്രോഗ്രാമൊക്കെ നടന്നിരുന്നത്. അതെ, അത് ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു. ഇന്നിപ്പോ കുറച്ച് പബ്ലിക് ആണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ പബ്ലിക് ആണ്. അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള കളമശ്ശേരിയിലുള്ള ഒരു കൺവെൻഷൻ സെന്ററിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു 8 മണിയായിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് നമ്മുടെ സ്വന്തം നോറ മുസ്കാനും കയറുന്നതായിരിക്കും. നോറ മുസ്കാൻ കോട്ടയ്ക്കൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാവും അവിടേക്ക് പോവുക. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീണ്ടും നോറ മുസ്കാനെ കൊണ്ടിങ്ങോട്ട് തിരിച്ചു വരും. എത്ര ആവും? എന്നോട് നമ്മൾ തീരുമാനിച്ചത് 7 മണിക്ക് പോകുന്നതാണ്. ഇപ്പൊ ഞാൻ കറക്റ്റ് 6 മണിക്ക് എണീച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ എന്തായി? ഒന്നുമില്ല, നമ്മള് 12 മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കണം. എന്തായാലും ഹൈവേ കൂടെയല്ലേ പോണത്. ഇപ്പൊ നമ്മുടെ കൂടെ പ്രബീനുണ്ട്. പ്രബീനും കൂടെ എടുക്കട്ടെ. പ്രബീനെ എടുത്തിട്ട് നമ്മൾ നേരെ കോട്ടയ്ക്കലിന് നോറ മുസ്കാൻ എടുക്കും. നോറ മുസ്കാനെ കുറെ വട്ടം വിളിച്ചിട്ടുണ്ട്. നോറ മുസ്കാനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കിട്ടില്ല. രാവിലെ വിളിച്ചാൽ പറയും അന്ന് മേക്കപ്പിന്റെ സമയത്ത്, സിബിന്റെ ആര്യന്റെ കല്യാണത്തിന്റെ സമയത്ത് നോറ മുസ്കാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. വിളിച്ചാൽ എടുക്കുകയില്ല, ഉറങ്ങാണ്. പക്ഷെ ഇപ്രാവശ്യം നേരത്തെ വിളിച്ച് കറക്റ്റ് 7 മണിക്ക് വിളിച്ചിട്ട് എണീറ്റോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കട്ടെ, ഇനി നമുക്കിനി നെക്സ്റ്റ് പ്രവീൺ എടുക്കട്ടെ കേട്ടോ. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ പല്ലിലെ കമ്പികൾ ഊരിയിരിക്കുന്നു ഗൈസ്. അല്ലേ? നല്ല രസല്ലേ? അതെ, 3 വർഷം ഇപ്പൊ ഞാൻ ഇട്ടത്. കാരണം എന്റെ പല്ല് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കിയിരുന്നു. സത്യം പറഞ്ഞാല് പൊന്തി കിടക്കിയതില്ല. എന്റെ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം കാരണം ആണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ സക്സസ്ഫുള്ളി ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇനി റീറ്റെയിനർ യൂസ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പല്ലി ക്ലിപ്പ് ഊരിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അടിച്ച് പൊളിക്കും. എന്തായാലും വൈകുന്നേരമാണ് പ്രോഗ്രാം. 5 to 10 മേക്കപ്പിനൊക്കെ ആളുണ്ട്. ഉച്ചയ്ക്ക് മേക്കപ്പിന് ആൾ വരും. കളമശ്ശേരി തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഓരോ ആൾക്കാരെ എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രബിൻ ദാസ് കയറിയിട്ടുണ്ട്, കാണാനില്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഒരു വലിയ കവറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെണ്ണിന് ചെക്കനേക്കാളും ഒരുക്കം പ്രവിക്കാണ്. എന്തായാലും പുതിയ ഷർട്ടാണ്. ഓണക്കോടിയില്ലേ? ഓണക്കോടി. നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. എന്തെടുക്കാൻ പുതിയത് വാങ്ങാം. അപ്പൊ നമ്മളിനിയിപ്പോ എന്തായാലും സായി എന്തായാലും പുതിയത് എടുക്കുള്ളൂ. കൊച്ചിന് ഇനി പുതിയ ഡ്രസ്സ് എടുക്കും. അപ്പോ അവൻ കീറിയ ഡ്രസ്സാണ്. കുറെ അടയാളവും മാർക്കൊക്കെ ഉണ്ട്. ചളി പിടിച്ച ഡ്രസ്സാണ്. അതെ, പെയിന്റ് പണിക്ക് പോയ പാൻറ്റുമാണ്. നമ്മളവിടെ പോയിട്ട് കുറച്ച് വൃത്തിയുള്ള ഡ്രസ്സ് എടുക്കണ്ടായിരിക്കും. നമ്മുടെ നോറ മുസ്കാൻ്റെ അവിടെ വെക്കണു. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സൈനിൽ വന്നാണ്. സൈനിനല്ല, സൈനില്. നോറ മുസ്കാൻ ഫുഡ് കഴിക്കാനും ആയിട്ട് നമ്മൾ പോട്ടെ. അവിടെ നോറ മുസ്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഞാൻ എടുക്കട്ടെ പ്ലീസ് മാഡം, ഞാൻ ഫോട്ടോ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ, സൈൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ പോവില്ലേ? 9 മണിയായി. 9 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ 1 മണിയാവും എന്തായാലും എത്താൻ. നമ്മൾ ഹൈവേ കൂടെ പോണ കോട്ടയ്ക്കല്. സാധനങ്ങൾ അയക്കല്ലേ? ഒരു മത്സരമാണ്. ആര് ഫസ്റ്റ് ഇടുന്നൊക്കെ ആണോ? അങ്ങനെയല്ലേ? ആരാ ഫസ്റ്റ് ഇടും, ആര് കത്തി കയറുക. നോറയ്ക്ക് പിന്നെ നോറ ഇപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ ഞങ്ങൾ ആര്യ സിബിൻ റിസപ്ഷന് പോവാണ്. നോറ അന്ന് മാരേജിന്റെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിയിട്ടില്ല. റിസപ്ഷൻ കഴിഞ്ഞിട്ടാണ് മാരേജിന്റെ വീഡിയോ ഇടുക. കാരണം നോറ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. മോൺസ്റ്റർ അല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് അത് കൂടെ പോണ ആളാണ്. അപ്പൊ എല്ലാം വെറൈറ്റി ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ വ്ളോഗ് എടുക്കണ്ട വിചാരിച്ചപ്പോ എടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വ്ളോഗ് എടുത്ത് അവസാനം കഴിയാൻ നേരത്ത് ഓക്കെ ബൈ എന്ന് പറയുമ്പോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നാവും ഞാൻ കേൾക്കാറ്. അയ്യോ, അപ്പൊ നമ്മളിപ്പോ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ഇവിടെ സൈഡാക്കി ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അതെ, ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. സായിക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നിർത്തിയിട്ട് ഇപ്പൊ ജസ്റ്റ് കാറ്റ് കൊള്ളാണ്. അപ്പൊ കേട്ടോ, നോറ എന്തിന്റെ ആളാന്നൊക്കെ മനസ്സിലായില്ലേ? അതെ,
അപ്പൊ നമ്മൾ ഇനിയിപ്പോ സമയം 12 ആവാനായി. നമ്മൾ ഇനി ഏകദേശം ഒരു 2-3 മണിനുള്ളിൽ കൊച്ചി എത്തും. എന്നിട്ട് അവിടുന്ന് നേരെ ഫുഡ് കഴിക്കുക, മേക്കപ്പ് ഇടാൻ പോവുക, വേഗം മേക്കപ്പ് ഇടാൻ കഴിയും. കാരണം ഞാൻ ചെയ്യുന്നത് ഞാനും ലിനുവും കൂടി ഉണ്ടാവുക. ലിനുവും ഞാനും കൂടി അന്ന് സിബിന്റെ അരിന്റെ കല്യാണത്തിലിട്ട് ആതിര മേക്ക് ഓവർ അവരുടെ അടുത്താണ് മേക്കപ്പ് ഉണ്ട്. കാരണം അവർ പെട്ടെന്ന് മേക്കപ്പ് ചെയ്തു. അപ്പം നമുക്ക് അവിടുന്ന് മതി തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞു. നോറയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഒരു പോവല്ലായിരിക്കും. നമ്മളെത്തുമ്പോഴത്തേക്ക് അവരവിടെ എത്തിയിട്ട് കാത്ത് മിക്കവാറും ഉറങ്ങും. നമ്മൾ എന്നിട്ട് എത്തുമ്പോഴത്തേക്ക് അവരുണ്ടാവും എന്തായാലും. അപ്പം നമ്മളൊരു ഹോട്ടൽ റൂം ഞാൻ പ്ലാൻ ചെയ്തത് ഏതെങ്കിലും ഒരു സൂട്ട് റൂമിലോ എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി മേക്കപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. സായി സിജോക്കെ ഗബ്രീന്റെ വീട്ടിൽ പോകുന്നു പറയുന്നുണ്ട്. അപ്പൊ ഇനി എന്താ പ്ലാൻ എന്നറിയില്ല. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഇനി ഹോട്ടലിലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ സ്നാപ്പ് എടുക്കാൻ നിൽക്കണ്ട. മുഖം മോന്ത കാണിക്ക്. അതെ ഇല്ല എന്ത് കാണിക്കില്ലല്ലോ. ഈ ഒരു സാധനം നോറന്റെ ട്രേഡ് മാർക്കാണ്. ഞങ്ങളെയും കൂടി കൊളമാക്കും എന്തായാലും. അപ്പോ എന്തായാലും നീ പോട്ടെ. ഇത് കഴിഞ്ഞിട്ടില്ല വ്ളോഗ്. ഇതിന്റെ ഇടയിൽ 3-4 ക്ലിപ്പായിട്ടുള്ളൂ. ബൈ പറയൂ. ഓക്കെ ബൈ എന്ന് പറഞ്ഞ പോണം. അത്ര ഉള്ളത്. അത് ഗുഡ് ബൈ. നോറത്തിന് ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന സ്നാപ്പ് ഓണാക്കണ്ട അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ മുഖം വൃത്തിയോടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് നോറ ഉറങ്ങുന്നൊക്കെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉറക്കാൻ വിടില്ല. ഞങ്ങളിവിടെ സംസാരിച്ചോട്ടിന്റെ കഥകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ആദ്യം ഭക്ഷണം എത്ര മണിക്ക് പോകുന്ന കൂടി ആലോചിക്കും. നമ്മള് 3 മണിക്കാണ് പ്ലാൻ ചെയ്യുന്നത്. 1.5 മണിക്കൂറോട് തീരുമെന്നാണ് വിശ്വാസം. കുഴപ്പമില്ല, എല്ലാം തീർക്കൂലേ? നമ്മുടെ ഡ്രസ്സൊക്കെ പിന്നെ ഓൾറെഡി നമ്മുടെ സാരി ഒന്നും അല്ലാത്തോണ്ട് സീനില്ല. മുടിയും അതെ അത് ലിനുവിന്റെ സാരിയാണ്. അപ്പൊ ഒരാളുടെ മൊത്തം മതി. നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഹെയർ ഒക്കെയാണ് മെയിൻ സാരി. കഴിഞ്ഞ വർഷം ഞങ്ങൾ നോറേനെ ഒറ്റയ്ക്കാക്കി പോവാന്നാണ് പറഞ്ഞത്. പക്ഷെ നോറ അതിവിദഗ്ധമായി 10-15 മിനിറ്റോട് ഒരുങ്ങി. അതാണ് ഉണ്ടായത്. ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പറഞ്ഞത് തിരിച്ചതാ. ഓക്കെ അപ്പോ നമ്മളിപ്പോ കൊച്ചി എത്തി. ഇനി ഒരുങ്ങാൻ പോവാണ്. ഗബ്രീന്റെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ ഒരുങ്ങാൻ പോകുന്നത്. ഇവിടെ നോറ എടുക്കണേ. പോയി ഒരുങ്ങട്ടെ, വേഗം പോയി ഒരുങ്ങട്ടെ. 5 മണിയായി. നമ്മുടെ ദിയാസന വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ദിയാസന, ദിയ ചേച്ചി. ഫംഗ്ഷനല്ല, ശ്രദ്ധിക്കുക. കൊച്ചുങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് നോറ മുസ്കാൻ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇവിടുന്ന് നമ്മുടെ ലീനു എത്തി. ലീനു നമ്മളെ കണ്ടില്ലല്ലോ. മേക്കപ്പ് കഴിഞ്ഞ് കാണിക്കരുന്നത് റസ്മിൻ ഭായി അവിടെ പിന്നെ ഫുള്ള് ഷോ ആണ്. മേക്ക് ഓവർ ആണിത്. നമ്മൾ ചെയ്തത് ആതിര. അന്നത്തെ മേക്ക് ഓവർ ബൈ ആദി, പേര് ഫൗസിയ. അപ്പോ ഞങ്ങൾ അന്ന് മേക്കപ്പ് ഇട്ടിട്ട് അപ്പൊ നമ്മളെല്ലാരും ഒരുങ്ങിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് ഓരോ നമസ്കാരമുണ്ട്. കാണണ്ടോന്നില്ല, ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളിപ്പോ ഒരു 1/2 മണിക്കൂർ കൊണ്ട് എത്തും. 8:30 ആകുമ്പോഴത്തേക്ക് എത്തും. അവിടെ പ്രോഗ്രാം. റസ്മിൻ കട്ടക്കലിപ്പിലാണ്. റസ്മിനാണ് വണ്ടി ഓടിക്കുന്നത്. കട്ടക്കലിപ്പാണ്. അപ്പൊ ഗൈസ് നമ്മൾ സംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇല്ല, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രോ ആണ് നമ്മുടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ബാക്കിൽ വണ്ടില്ല.
കലാശക്കൊട്ടാണ് തീർന്നു. ഇതോടെ കൂടി ഈ പരിപാടി. നമ്മുടെ സൗണ്ട് ടീമിന്, സൗണ്ട് എഞ്ചിനീയറിന് നല്ലൊരു കൈയടി. സൗണ്ട് വളരെ ബിസി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സിമിൻ ചേട്ടൻ? അല്ലേ ഇന്ന് നമ്മുടെ സിമിൻ ചേട്ടൻ്റെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു. കൂടുതലൊന്നും പറയില്ല. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ച് പണ്ടാരടങ്ങി ബൈ ബൈ. ബൈ.